നമസ്കാരം. അൾട്ടിമേറ്റ് ലൈഫ് വിഷൻ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ആദ്യത്തെ സൈക്ലിംഗ് സ്പോർട്സ് 1868 ഫ്രാൻസിലും തൊട്ടടുത്ത ദിവസം ബ്രിട്ടനിലും ഒക്കെ നടന്നു. പിന്നീട് അത്തരം പല ഈവന്റുകളും ജർമ്മനിയിലും ബെൽജിയത്തിലും സംഘടിപ്പിക്കപ്പെട്ടു. ഏകദേശം 1870 ഈ റോഡ് സൈക്ലിങ്ങിന്റെ ചില പ്രശ്നങ്ങൾ, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മത്സരം മുഴുവനായിട്ട് ആർക്കും കാണാൻ പറ്റില്ല. റോഡിൽ കൂടെയാണല്ലോ പോകുന്നത്. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് തുടങ്ങും, ചിലപ്പോൾ അവസാനിക്കുന്നത് വേറൊരു ഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ കറങ്ങിത്തിരിഞ്ഞ് തുടക്കത്തിൽ തന്നെ വന്ന് അവസാനിച്ചു വന്നിരിക്കും. ഇടയിലുള്ള ഭാഗങ്ങളപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലും ഫിനിഷിംഗ് പോയിന്റും ഉള്ളവർ കാണാൻ പറ്റില്ല. ഇടയിലുള്ളത് കാണുന്നവർക്ക് സ്റ്റാർട്ടിങ്ങും ഫിനിഷിങ്ങും കാണാൻ പറ്റില്ല. പിന്നെ കാലാവസ്ഥ മാറ്റങ്ങൾക്കനുസരിച്ച് മത്സരം പലപ്പോഴും മുടങ്ങിപ്പോകും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ, ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് 1870-കളിൽ ആരംഭിച്ച ഒരു സംവിധാനമാണ് ട്രാക്ക് സൈക്ലിംഗ്. അതിനു മുമ്പായിട്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ട് ഈ 4 രാജ്യങ്ങൾ, ജർമ്മനി, ബെൽജിയം, ഫ്രാൻസ്, ബ്രിട്ടൻ, ഈ 4 രാജ്യങ്ങൾ ചേർന്ന് അതിലെ ആൾക്കാരൊക്കെ ചില ചർച്ചകളൊക്കെ നടത്തി അങ്ങനെ ഒരു അസോസിയേഷൻ ഫോം ചെയ്തു. ഇന്റർനാഷണൽ സൈക്ലിംഗ് അസോസിയേഷൻ. ലണ്ടനിലായിരുന്നു എൻ്റെ ആസ്ഥാനം. ഒരു ഇൻഡോർ ഗെയിമായിട്ടാണ് ആദ്യമായി ട്രാക്ക് സൈക്ലിംഗ് ആരംഭിക്കുന്നത്. അതിനായിട്ട് ഒരു ചരിഞ്ഞ സർക്കുലർ പാത്ത്, വെലോഡ്രോം എന്നാണ് അതിൻ്റെ പറയുക. ആദ്യകാലങ്ങളിൽ സൈബീരിയൻ പൈനിന്റെ തടി ഉപയോഗിച്ചാണ് ഈ വെലോഡ്രോം ഉണ്ടാക്കിയിരുന്നത്. പിന്നീട് അത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള കോൺക്രീറ്റ് സർഫസുകൾ ആയി മാറി. ഇതിന് ചുറ്റുമായിട്ട് ഗാലറി ഉണ്ടാവും. അപ്പോൾ കാണികൾക്ക് മത്സരം മുഴുവനായിട്ട് കണ്ട് ആസ്വദിക്കാം. സംഘാടകർക്ക് ഒരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ചാൽ കാണികൾക്ക് ടിക്കറ്റ് ഏർപ്പെടുത്താം. റോഡ് സൈക്ലിംഗ് അല്ലാതെ പറ്റില്ലല്ലോ. റോഡ് സൈഡിൽ നിൽക്കേണ്ടവൻ്റെ ഇന്ന് ടിക്കറ്റ് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. ആദ്യകാലത്തുണ്ടാക്കിയ വെലോഡ്രോം എന്ന് പറയുന്നത് 250 മീറ്റർ ലെങ്ത്തുള്ള വെലോഡ്രോംസ് ആയിരുന്നു. പിന്നീട് 130 മീറ്റർ മുതൽ 500 മീറ്റർ വരെ ലെങ്ത്തുള്ള പലതരം ലെങ്ത്, മീൻസ് അതിൻ്റെ സർക്കുലർ ലെങ്ത്. 1960 മുതൽ 1989 വരെയുള്ള കാലഘട്ടത്തിൽ UCIയുടെ മാനദണ്ഡം അനുസരിച്ച് 333.3 മീറ്റർ ലെങ്ത്തുള്ള വെലോഡ്രോംസ് ഉണ്ടാക്കിയിരുന്നു. ആ കാലഘട്ടത്തിലാണ് കേരളത്തിലെ തിരുവനന്തപുരത്ത് വെലോഡ്രോം ഉണ്ടാക്കുന്നത്. അതിന്റെ ലെങ്ത് അതാണ് 333.3 മീറ്റർ. 3 റൗണ്ട് കഴിയുമ്പോൾ 1 കിലോമീറ്റർ. 1999 ശേഷം വെലോഡ്രോംസിനെല്ലാം 250 മീറ്റർ എന്നുള്ള സ്റ്റാൻഡേർഡ് ലെങ്ത് UCI കൊണ്ടുവന്നു. UCI എന്ന് പറഞ്ഞാൽ 1870 സ്ഥാപിക്കപ്പെട്ട ഇന്റർനാഷണൽ സൈക്ലിംഗ് അസോസിയേഷൻ കൂടുതൽ രാജ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 1900 ഒന്ന് പരിഷ്കരിച്ചു. അതിന്റെ ആസ്ഥാനം പാരീസിലേക്ക് മാറ്റി പേര് ഒന്ന് പരിഷ്കരിച്ചു, ഇന്റർനാഷണൽ സൈക്ലിംഗ് യൂണിയൻ. അത് ഫ്രഞ്ച് രീതിയിൽ എഴുതുന്നത് ഇങ്ങനെയാണ്, അങ്ങനെയാണ് അതിന്റെ ഷോർട്ട് ഫോം UCI എന്നായത്. ട്രാക്ക് സൈക്ലിങ്ങിന് ഏറ്റവും ജനപ്രീതി കിട്ടിയ ഒരു മത്സരം 1878 ബ്രിട്ടനിൽ നടന്നു. ലണ്ടനിലെ റോയൽ അഗ്രികൾച്ചറൽ ഹാൾ എന്ന സ്ഥലത്തായിരുന്നു ആ മത്സരം. ചെറുപ്പകാലം തൊട്ട് സൈക്ലിംഗ് ഒരു ക്രൈസായി കൊണ്ട് നടന്നിരുന്ന ഡേവിഡ് സ്റ്റാൻറ്റൺ എന്ന വ്യക്തിയായിരുന്നു അതിന് കാരണക്കാരൻ. അദ്ദേഹം ഈ സൈക്ലിംഗ് ക്രൈസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുമായിട്ടൊരിക്കൽ ബെറ്റ് വയ്ക്കുന്നു. 6 ദിവസം കൊണ്ട് 1000 മൈൽ അഥവാ 1600 കിലോമീറ്റർ ദൂരം സൈക്കിൾ ചവിട്ടാവുന്നു. ഡേവിസ് എന്ന ആ സുഹൃത്ത് ആ ബെറ്റ് ഏറ്റെടുത്തു. 1000 പൗണ്ട് ബെറ്റ് വെച്ചു. അന്നത്തെ കാലത്ത്, ഇന്ന് തന്നെ അത് വലിയൊരു സംഖ്യയാണ്, പിന്നെ അന്നത്തെ കാലത്തെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെ ലണ്ടനിലെ റോയൽ അഗ്രികൾച്ചറൽ ഹാളിൽ ഒരു വെലോഡ്രോം ഒരുക്കി, ചുറ്റും ഒരു വലിയ ഗാലറി. ഡേവിസ് ആണെങ്കിൽ ടിക്കറ്റ് വെച്ചതിൽ നിന്ന് ധാരാളം വരുമാനം ഉണ്ടാക്കി എന്നുള്ള വേറെ കാര്യം. ഏതായാലും മത്സരം നടന്നു. മത്സരത്തിന്റെ നിബന്ധനകൾ ഇതായിരുന്നു: 6 ദിവസം മത്സരം, ഒരു ദിവസം 18 മണിക്കൂർ സൈക്ലിംഗ്. അതിൽ വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ലേശം സമയം റെസ്റ്റ് കിട്ടും. 6 മണിക്കൂർ പൂർണ്ണമായും റെസ്റ്റ്. അങ്ങനെ 6 ദിവസം 18 മണിക്കൂർ വെച്ച് മൊത്തം 144 മണിക്കൂർ കൊണ്ട് 1000 കിലോമീറ്റർ കവർ ചെയ്യണം. പക്ഷേ ഏകദേശം അതിൻ്റെ പകുതി സമയം കൊണ്ട്, അഥവാ 73 മണിക്കൂർ കൊണ്ട് ഡേവിഡ് സ്റ്റാൻറ്റൺ 1000 കിലോമീറ്റർ കവർ ചെയ്ത് അത് വളരെ വലിയൊരു സംഭവമാക്കി മാറ്റി. 1893 ട്രാക്ക് സൈക്ലിങ്ങിൻ്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് അഥവാ വേൾഡ് കപ്പ് സംഘടിപ്പിക്കപ്പെട്ടു. അത് US ചിക്കാഗോയിലായിരുന്നു. 1890, 91, 92 ഈ 3 വർഷങ്ങളിൽ US നാഷണൽ ചാമ്പ്യൻ ആയിരുന്ന ആർതർ സിമർമാൻ എന്ന വ്യക്തിയായിരുന്നു അതിലെ ചാമ്പ്യൻ. ആ കാലഘട്ടമാകുമ്പോഴേക്കും ട്രാക്ക് സൈക്ലിങ്ങിന് കുറെ കൂടി വ്യക്തമായ ചില മത്സര ഇനങ്ങൾ പ്രചാരത്തിൽ വന്നിരുന്നു. എൻഡ്യൂറൻസ് എന്ന് വെച്ചാൽ ലോങ് ഡിസ്റ്റൻസ്, സ്പ്രിന്റ് ഷോർട്ട് ഡിസ്റ്റൻസ്, പിന്നെ ടൈം ട്രയലൊക്കെ പിന്നെയാണ് വന്നത്. ടൈം ട്രയലിൽ ഒരു നിശ്ചിത സമയം കൊണ്ട് കൂടുതൽ ദൂരം ചവിട്ടുന്നത് ആര് എന്നുള്ളതായിരുന്നു. പിന്നീട് ടീം ഇനങ്ങൾ വന്നു. ഏകദേശം നമ്മുടെ ഓട്ടത്തിലെ റിലേ പോലെ ഒരാൾ ഒരു നിശ്ചിത ദൂരം കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ടീമിൻ്റെ അടുത്ത ആൾ അത് ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു സിസ്റ്റം വന്നു.
1893 വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ എതിരാളികളെല്ലാം ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് 2 മത്സരങ്ങളിൽ സാധാരണ ഇതിൽ സംഭവിക്കാത്ത ഒരു കാര്യമാണ്. എൻഡ്യൂറൻസും സ്പ്രിന്റും ഒരേ ആൾ തന്നെ നേടുക എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള സംഭവമാണ്. സിമ്മർമാൻ അത്തരം ഒരു റെക്കോർഡ്. പിന്നീട് അദ്ദേഹത്തെ റാലി കമ്പനി സ്പോൺസർ ചെയ്തു. റാലിയുടെ ട്രാക്ക് സൈക്കിൾ ഉപയോഗിച്ച് അദ്ദേഹം വർഷങ്ങളോളം സൈക്ലിംഗ് ഫീൽഡിൽ രാജാവായിട്ട് തുടർന്നു. 2 കൂട്ടർക്കും അതുകൊണ്ട് മെച്ചമായിരുന്നു. റാലിക്ക് വലിയൊരു പബ്ലിസിറ്റിയും കിട്ടി, സിമ്മർമാന് സാമ്പത്തികമായിട്ടും. കാരണം അന്നത്തെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നൊന്നും കാര്യമായിട്ടൊന്നും കിട്ടൂല, വളരെ തുച്ഛമായ പ്രൈസ് മണിയൊക്കെ ഉള്ളൂ. 2 കൂട്ടർക്കും ഉപകാരപ്രദമായ ഒരു സംഭവത്തിലേക്ക് റാലി സിമ്മർമാൻ കൂട്ടുകെട്ട് പിന്നെ വളരെ കാലം മുന്നോട്ട് പോയി. 1896 മോഡേൺ ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം തന്നെ ട്രാക്ക് സൈക്ലിംഗ് അതിൽ ഒരു ഇനമായിട്ട് ഉൾപ്പെടുത്തി. 4 ഇവന്റ്സാണ് ഉൾപ്പെടുത്തിയത്. സ്പ്രിന്റ് 1 കിലോമീറ്റർ, പിന്നെ എൻഡ്യൂറൻസ് ഒരു 10 കിലോമീറ്റർ വിഭാഗവും 100 കിലോമീറ്റർ വിഭാഗവും, അതുകൂടാതെ ടൈം ട്രയൽ. അത് ശരിക്ക് ഫ്രാൻസ് തൂത്തുവാരി എന്ന് പറയാം. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആദ്യത്തെ ഒളിമ്പിക്സിൽ സിമ്മർമാന് പങ്കെടുക്കാൻ പറ്റിയില്ല. ഫ്രാൻസിലെ പോൾ മേസൺ എന്ന വ്യക്തി സ്പ്രിന്റിലും 10 കിലോമീറ്റർ വിഭാഗത്തിലും ഗോൾഡ് നേടി. ലിയോൺ ഫ്ലാമൻ എന്ന വ്യക്തി 100 കിലോമീറ്റർ വിഭാഗത്തിൽ ഗോൾഡ് നേടി. വേറൊരു കാര്യം, ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി സിൽവറും. ഫ്ലാമങ് ഗോൾഡ് നേടുന്ന മത്സരങ്ങളിലൊക്കെ മേസൺ സിൽവർ നേടും, മേസൺ ഗോൾഡ് നേടുന്നതിലൊക്കെ ഫ്ലാമങ് സിൽവർ നേടും. എൻഡ്യൂറൻസും സ്പ്രിന്റും അവർ രണ്ടാളും കൂടി അങ്ങ് കൈയടക്കി മറ്റെതിരാളികളെയൊക്കെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട്. ടൈം ട്രയൽ വിഭാഗത്തിൽ ഓസ്ട്രിയയുടെ അഡോൾഫ് ഷ്രെമ്മർ എന്ന വ്യക്തിയായിരുന്നു ജേതാവ്. ഇതുകൂടാതെ ഒരു റോഡ് സൈക്ലിംഗ് ഇനം 87 കിലോമീറ്റർ ലെങ്ത് റോഡ് സൈക്ലിംഗ് ഗ്രീസിന്റെ ആതിഥേയ രാജ്യമായ ഗ്രീസിന്റെ നിർബന്ധത്തിന് ഉൾപ്പെടുത്തിയിരുന്നു. അതിൽ ഗ്രീക്കുകാരനായ ആരിസ്റ്റഡിസ് കോൺസ്റ്റന്റിനിഡിസ് എന്ന വ്യക്തിയായിരുന്നു, എൻ്റെ അമ്മോ എന്തൊരു പേര്, ജേതാവ്. അപ്പോൾ ഗ്രീസ് നിർബന്ധിച്ചതിന് കാര്യമുണ്ട്, അവരുടെ രാജ്യത്തിന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തിയാലേ അറിയും പറ്റുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാ ഒളിമ്പിക്സിലും ട്രാക്ക് സൈക്ലിംഗ് ഒരു മത്സരമായിരുന്നു, ഈ പറഞ്ഞ പല വിഭാഗങ്ങളിലായിട്ട്. പിന്നീട് അതിൽ ടീം ഈവൻസ് വന്നു. 1988 തൊട്ടാണ് വനിതകളെയും ട്രാക്ക് സൈക്ലിങ്ങിൽ ഉൾപ്പെടുത്തി തുടങ്ങിയത്. ഇന്ന് ട്രാക്ക് സൈക്ലിങ്ങിന് വ്യക്തമായ നിയമങ്ങൾ UCI നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ട്രാക്ക് സൈക്ലിങ്ങിന് മാത്രമേ ലോകം മുഴുവൻ വ്യക്തമായ ഒരു നിയമമുള്ളൂ. റോഡ് സൈക്ലിങ്ങിനും മൗണ്ടൻ സൈക്ലിങ്ങിനും ഒക്കെ അത് നടത്തുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്താൻ, ചെറിയ നിയമങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും. അത് അതിൻ്റെ സംഘാടകർക്ക് ആ സമയത്ത് തീരുമാനിക്കാമെന്നാണ് UCIയുടെ നിർദ്ദേശം. കാരണം ഓരോ സ്ഥലത്തെ കയറ്റിറക്കങ്ങൾ, മറ്റ് റോഡിൻ്റെ പ്രത്യേകതകൾ, ഇതെല്ലാം അനുസരിച്ച് കാര്യങ്ങൾക്ക് മാറ്റം വരുത്താം. ട്രാക്ക് സൈക്ലിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ലോകം എല്ലായിടത്തും ഒരേ രീതിയിലുള്ള വെലോട്രോംസ് ഉപയോഗിച്ച് നടത്തുന്നു. അതുകൊണ്ട് തന്നെ ഒരേ രീതിയിലുള്ള നിയമങ്ങൾ, ഒരേ രീതിയിലുള്ള സൈക്കിൾസിന്റെ കാര്യത്തിൽ UCI വ്യക്തമായ ചില നിയമങ്ങൾ ഇന്നുണ്ടാക്കിയിട്ടുണ്ട്. ആദ്യകാലത്തൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരും ഓരോരുത്തർക്കുള്ള ഇഷ്ടമുള്ള സൈക്കിൾ കൊണ്ടുവന്നായിരുന്നു ചോട്ടിയിരുന്നത്. പക്ഷേ എപ്പോഴും ഒരു കാര്യമുണ്ട്, ഫിക്സഡ് ഗിയർ ആയിരുന്നു. ഗിയർ മാറ്റിയുള്ള സൈക്ലിംഗ് ട്രാക്ക് സൈക്ലിങ്ങിന് ഒരു കാലത്തും അനുവദിച്ചിരുന്നില്ല. ഇന്ന് ട്രാക്ക് സൈക്ലിങ്ങിന്റെ പ്രധാന നിയമങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലൈറ്റ് വെയിറ്റ് എയറോഡൈനാമിക് സൈക്കിളായിരിക്കണം. സൈക്കിൾ ഉപയോഗിക്കുന്നവർ ദേഹത്തോട് ചേർന്ന് കിടക്കുന്ന ഡ്രസ്സ് നിർബന്ധമായും ധരിച്ചിരിക്കണം. പിന്നെ ഹെൽമെറ്റ് നിർബന്ധമായും ധരിച്ചിരിക്കണം. മത്സരിക്കുന്ന മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാകുന്ന രീതിയിൽ സൈക്കിൾ ഉപയോഗിക്കാൻ പാടില്ല. അതായത് നമ്മുടെ നാട്ടിൽ ഈ 2 വീലർ ഓട്ടോറിക്ഷയും കൊണ്ടുപോകുന്ന പോലെ ഒന്നും വെലോട്രോമിൽ സൈക്കിളും കൊണ്ടുപോകാൻ പാടില്ല. ഷൂസ് നിർബന്ധമാണ്, അത് പെഡലിനോട് ലോക്ക് ചെയ്തിരിക്കണം. അതിന് ഞാൻ ട്രാക്ക് സൈക്ലിങ്ങിൻ്റെ റിവ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, രണ്ടും പരസ്പരം ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനമുണ്ട്. എന്നിട്ട് അതൊരു ലേസ് ഉപയോഗിച്ച് ബന്ധിക്കുകയോട് ചെയ്യും. ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇത് അത്രയും പവർ എടുത്താണ് ഇത് ചവിട്ടി തുടങ്ങുന്നത്. ആ സമയത്ത് ചിലപ്പോൾ പെഡല് നിന്ന് കാല് സ്ലിപ്പായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ലോക്ക് ചെയ്ത് വയ്ക്കുന്നത്. ക്രാങ്ക് വളരെ വലുതും ബാക്കിലെ ഗിയർ വളരെ ചെറുതുമായിരിക്കും. അത് നമ്മളന്ന് കണ്ടതാണ്. എന്തിനാന്ന് ചോദിച്ചാൽ അത്രയും സ്പീഡിൽ സൈക്കിൾ ചവിട്ടി തുടങ്ങാനാണ്. അത് അപ്പോൾ സ്റ്റാർട്ടിങ്ങിന് അത്രയും പവർ എടുക്കണം. പിന്നെ ഗിയർ ചേഞ്ച് ചെയ്യാൻ പാടില്ല, ഫിക്സഡ് ഗിയർ ആയിരിക്കണമെന്നുണ്ടെങ്കിലും ക്രാങ്കും ബാക്കിലെ ഗിയറും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റാനുള്ള അനുവാദം UCI തരുന്നുണ്ട്. ഇവിടെയുള്ള ട്രാക്ക് സൈക്കിളിൽ 56 ടീത്താണ് ഫ്രണ്ടിൽ. അത് 84 വരെയൊക്കെ ആക്കി മാറ്റുന്ന സംവിധാനങ്ങളുണ്ട്. പല അളവിൽ അത് ലഭ്യമാണ്. അത് ആ സമയത്ത് മാറ്റി വയ്ക്കുന്ന രീതിയുണ്ട്. ചില ട്രാക്ക് സൈക്കിളിൽ ബാക്കിലെ വീലിൽ 2 ഗിയർ ഉണ്ടാവും, അപ്പുറവും അപ്പുറമായിട്ട്. പെട്ടെന്ന് അടുത്ത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഗിയർ ചേഞ്ച് ചെയ്യാം. അങ്ങനെയുള്ള പല സംവിധാനങ്ങളും ഇന്ന് നിലവിലുണ്ട്. അങ്ങനെ ലോകമെമ്പാടും പ്രചാരമുള്ള ഈ ട്രാക്ക് സൈക്ലിങ്ങിന്റെ കാര്യത്തിൽ ലോകമെമ്പാടും പ്രചാരം ഉണ്ടെങ്കിലും അത് ശരിക്ക് ഇന്നിപ്പോൾ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും കുത്തകയായി മാറിയിരിക്കുകയാണ്.
ഏഷ്യയിൽ നിന്ന് ആകെ ഒരു നേട്ടം എന്ന് പറയുന്നത് 2016 2020 ഒളിമ്പിക്സിൽ ചൈനയുടെ വനിതാ ടീം ഗോൾഡ് നേടി എന്നുള്ളതാണ്. അല്ലാതെ ഏഷ്യയിൽ നിന്ന് ഇന്നേ വരെ ആരും ഒരു ഇന്റർനാഷണൽ ട്രാക്ക് സൈക്ലിംഗ് മത്സരം വിജയിച്ച ചരിത്രമില്ല. ഇൻഡിവിജ്വൽ ഇനങ്ങളുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ആഫ്രിക്കയിൽ നിന്നാണെങ്കിൽ പിന്നെ ടീമിനത്തിലും ഇൻഡിവിജ്വൽ ഇനത്തിലും രണ്ടിലും ഒരു രക്ഷയും ഇന്നേ വരെ ആർക്കും ഉണ്ടായിട്ടില്ല. കുത്തകളൊക്കെ പൊളിക്കും എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ ഇത്തരം കുത്തകളൊന്ന് പൊളിച്ചാൽ ഇന്ത്യക്ക് അതൊരു അഭിമാനമായിരുന്നു. എന്തായാലും ലോകത്തെ ഒരു വൻ മത്സരമായ ട്രാക്ക് സൈക്ലിംഗ് ഭാവിയിലെങ്കിലും നമ്മുടെ രാജ്യം എന്തെങ്കിലും നേടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.